AM കിച്ചൺ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചിക്കൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇപ്പം ഞാനിത് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടി പിന്നെ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായി ഒന്ന് നമുക്ക് ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഞാൻ നേരത്തെ ചേർക്കാതെ ഇരുന്നത് അതൊരുപാട് അങ്ങോട്ട് മൂത്ത് പോയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ ചിക്കനെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നല്ലൊരു പിടി ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് ഞാൻ ചതച്ചെടുത്തത്. ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. കറിവേപ്പില ചതയ്ക്കാനല്ല കേട്ടോ, നമുക്കിതിലിടാനാണ്. ഇനി ഇതെല്ലാം കൂട്ടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരക്കൊത്തു കൂടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഉള്ളികളൊന്നും നമ്മൾ വഴറ്റിയെടുക്കണമെന്നൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഈ മസാലക്കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവിച്ചെടുക്കാം. ഇത് ചീനച്ചട്ടി എല്ലാവരും കണ്ടോ? ഇത് ഞാൻ ശിവരാത്രിക്ക് അമ്പലപ്പറമ്പെന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഇരുമ്പിൻ്റെയാണ്, നല്ല ഉപകാരമാണ്. ഇതിൽ വെള്ളപ്പൊക്കെ ചുട്ടാൽ സൂപ്പറായിട്ട് കിട്ടും. അപ്പോൾ അതാ നമ്മുടെ ഇറച്ചിയൊക്കെ നന്നായി വെന്ത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. വേണമെന്നുള്ളവർക്ക് കുറച്ചൊരു ഗ്രേവി പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണേ.